ഹായ്, ഇന്ന് നമുക്ക് എക്സലിൽ വിസ ട്രാക്കിംഗ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ അഡ്മിൻ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വിസ റിന്യൂവലിന്റെ ഡേറ്റ് ഒക്കെ വിട്ടുപോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. അത് കമ്പനിക്ക് ഭയങ്കരമായി ഫൈനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കത് എക്സലിൽ എങ്ങനെ അത് റിന്യൂവൽ ആവാൻ അയക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഡാറ്റയിൽ ഒരു കോളത്തിൽ സ്റ്റാഫുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ വിസ എക്സ്പയർ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡേയ്സ് റിമൈനിങ് കണ്ടുപിടിക്കണം. നമുക്ക് ഈസി ആയിട്ട് ഈക്വൽ ടു നമുക്ക് വിസ എക്സ്പയർ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ദെൻ മൈനസ് ടുഡേ ഫംഗ്ഷൻ, ദെൻ എൻ്റർ അടിച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് ഡേറ്റിലാണ് കിട്ടുക, അത് നമുക്ക് എവിടെ പോയിട്ട് മാറ്റി കൊടുക്കാം. ഇവിടെ നമ്പേഴ്സിന്റെ കോളത്തിൽ പോയിട്ട് ഇവിടെ ജനറൽ ആക്കി കൊടുക്കുക. താഴത്തുള്ള സെല്ലുകൾക്ക് കോപ്പി എടുക്കുക. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും കുറച്ചധികം ആളുകൾക്ക് റിമൈനിങ് ഡേറ്റ് വന്നിട്ടുണ്ട്. 30 ദിവസത്തിനാണ് നമുക്കത് കണക്കൂട്ടാം. അപ്പൊ നമുക്ക് അലേർട്ടായിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൈനിങ് ഡേറ്റ് ആയ ആളുകളെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. ന്യൂ റൂളിൽ നമുക്ക് യൂസ് ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ് എടുക്കുക. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഫോർമാറ്റ് വാല്യൂസ് വേർ ദിസ് ഫോർമുല ഈസ് ട്രൂ അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈക്വൽ ടു കൊടുക്കുക. ഈക്വൽ ടു കൊടുത്തതിന് ശേഷം വിസ എക്സ്പയർ ഡേറ്റ് ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക. 2 times F4 പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൈനസ് ഓപ്പൺ ക്ലോസ് ലെസ് ദാൻ ഈക്വൽ ടു 30 കൊടുക്കുക. ദെൻ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഫോർമാറ്റിൽ നമുക്ക് ഫില്ല് കൊടുക്കുക. ഫില്ലിൽ നമുക്ക് അലേർട്ടിന്റെ റെഡ് കളർ കൊടുക്കാം. ഏത് കളർ നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ ഓക്കെ അടിക്കുക. ഇപ്പൊ നമുക്കറിയാം റിമൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. നമ്മുടെ അക്കൗണ്ടിംഗ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.